ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സീസണിലെ ആദ്യത്തെ വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 3-2 അവർ ജയിച്ചേക്കണത്. നിലവിൽ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ നല്ലോണം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചെന്ന് തന്നെ പറയാം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എവിടെയോ പഴയ ആ യുണൈറ്റഡ് ആയി കൊണ്ട് ബോട്ടിൽ ചെയ്ത് കളഞ്ഞ്. പക്ഷെ എന്നാലും അവർ ലാസ്റ്റ് ആ പെനാൽറ്റി തിരിച്ചു വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മിഡ്ഫീൽഡ് ഒരു പ്രോബ്ലം ആയിട്ടാണ് നിലവിൽ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ആയത്. അതുപോലെ തന്നെ കസമീരോന്റെ ആയിരുന്നു ആദ്യത്തെ ഗോൾ. അതൊരു ഓൺ ഗോളായിട്ടാണ് കിട്ടിയത്. എടുത്തു പറയേണ്ട രണ്ടൊന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് എംബ്യൂമോണ്, പിന്നെ അവരുടെ ഫോസ്റ്റർ എന്ന് പറഞ്ഞ പ്ലെയർ. അവൻ 2 ഗോൾ അടിച്ചു. പക്ഷെ അത് രണ്ടാമത്തെ ഗോൾ ഓഫ് സൈഡ് ആയിപ്പോയി. ഒരു ചെറിയൊരു പൊടിക്കാണ് പോയത്. അല്ലെങ്കിൽ എന്തായാലും യുണൈറ്റഡ് ഡൗൺ ആയാനെ. പിന്നെ എംബ്യൂമോ എടുത്ത് പറയണം, ആള് രണ്ടാമത്തെ ഗോളാണ് ആളുടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്ത ആള്. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസീവിലെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ടോട്ടലായിട്ട് നോക്കി തന്നെ കളിച്ചു യുണൈറ്റഡ്. പക്ഷെ എവിടെയൊക്കെയോ ബോട്ടിലിംഗ് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അത് ഡിഫൻസിന്റെ കുഴപ്പമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ നല്ല രീതിയിൽ തന്നെ റൂബൻ അമോറും പിന്നെ ഫാൻസ് ഒക്കെ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ബാനറും കാര്യങ്ങളൊക്കെ കണ്ടാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആയിരുന്നു അതിന്റെ. ടോട്ടലായിട്ട് ആള് റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്. നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം യുണൈറ്റഡ് എത്രത്തോളം ബേൺലി ഔട്ട്കാസ്റ്റ് ചെയ്തു എന്ന്. അതുപോലെ തന്നെ എംബ്യൂമോ അടിച്ച ഗോളിൽ ഡാലോട്ടിന്റെ ആ ഒരു പ്രസൻസ് എന്തായാലും എടുത്തു പറയണം. കഴിഞ്ഞ 2-3 കളിയായിട്ട് ആളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പക്ഷേ ഡോർഗുനെ തടഞ്ഞ് പുള്ളി ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ഡാലോട്ടിനെ കളിപ്പിച്ചത് എന്തായാലും ഡാലോട്ട് അത് മുതലെടുത്തെന്ന് തന്നെ പറയാം. ഡിഫൻസീവിലാണെങ്കിലും ആള് അറ്റാക്കിങ്ങിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളിലോട്ട് പുഷ് ചെയ്ത് ഓടണുണ്ടായിരുന്നു. അതിലാണ് എംബ്യൂമോയുടെ പ്രീമിയർ ലീഗിന്റെ പെർഫോമൻസ് അതുപോലെ തന്നെയാണ്. അതിന്റെ നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ 2-3 കളിയായിട്ട് ആള് ഭയങ്കര ഒരു മോശമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഡാലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ പെർഫോമൻസ് കുറെ 2-3 കളിക്ക് ശേഷമാണ് ആളുടെ പെർഫോമൻസ് ഇതുപോലെ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മെയ്സൺ മൗണ്ട് കളിക്കുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുന്നുണ്ട്. മാത്യൂസ് കുഞ്ഞ അതെ, അവർ ആ ഫ്രണ്ട് ത്രീയിലുള്ള 2 പ്ലേയേഴ്സും നല്ല രീതിയിൽ തന്നെ ഓടിയാന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്നും മിസ്സായെന്ന് പറയാം. കാരണം കൂഞ്ഞക്കാണെങ്കിലും ആൾക്ക് ഇഞ്ചുറി പറ്റി പുറത്തുപോയി. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് ആണെങ്കിലും ആൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ആള് മുഴുവൻ കളിയും പുള്ളിക്ക് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ഫ്രണ്ട് ത്രീ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് മാറുന്നുണ്ട്. റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് അത് കളിച്ചാലും ആള് ഡിഫൻസീവിൽ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തുന്നുണ്ട്. മത്യൂസ് കുഞ്ഞയുടെ ഇഞ്ചുറി എന്തായാലും യുണൈറ്റഡിന് ഒരു അപകടം തന്നെയാണ്. കാരണം ഇനിയുള്ള കളികൾ വരാൻ പോകുന്നത് സിറ്റിയും ചെൽസി ആയിട്ടൊക്കെയാണ്. പക്ഷെ ആള് കളി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കറിയാം വലിയ കുഴപ്പമൊന്നുമില്ല. ആളിപ്പോ വിഡ്രോ ചെയ്തിട്ടുണ്ട് ബ്രസീൽ സ്കോഡിൽ നിന്ന്. പിന്നെ ആ സിറിക്സിലെ 2-3 ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടാണ്. ഒരു ആകാശവാണി വിട്ടായിരുന്നു. പക്ഷെ അത് നല്ലൊരു എന്താ പറയാ ലിങ്ക് പ്ലേ തന്നെയായിരുന്നു. പക്ഷെ ആൾക്ക് അത് വേണ്ട രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആസ് യൂഷ്വൽ 2-3 പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ സെസ്കോ സെക്കൻഡ് ഹാഫിൽ വന്ന് ആൾക്ക് കിട്ടിയ 2-3 ചാൻസ് ആള് നല്ല രീതിയിൽ തന്നെ ഹെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെയ്സൺ മൗണ്ടിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതുപോലെ തന്നെ സെസ്കോന്റെ 2-3 എബിലിറ്റി നമ്മൾ കണ്ടായിരുന്നു. ആളെ ഒരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പതിയെ ആളൊന്നും സെറ്റപ്പ് ആവാനുണ്ട്. ആൾക്ക് പ്രീ സീസൺ കിട്ടിയിട്ടില്ല. ആസ് യൂഷ്വൽ യുണൈറ്റഡ്